കഴിഞ്ഞ 3 ദിവസമായി മലയാളിയായ അർജുൻ അദ്ദേഹത്തിൻ്റെ ലോറിയോടൊപ്പം കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽ ജീവനോടെ കാത്തിരിക്കുകയാണ്. കന്നഡിയർക്ക് മാത്രം ജോലിക്കും ജീവിതത്തിനും സംവരണം മതി എന്ന നിലപാട് കൊണ്ടാണോ സ്നേഹത്തിൻ്റെ കട എന്ന് മേനി പറഞ്ഞ കർണാടക സർക്കാർ അന്യസംസ്ഥാനക്കാരനായ സാധുക്കളുടെ രക്ഷാപ്രവർത്തനത്തിലും ഈ നിസ്സംഗത കാട്ടുന്നത്? കുറച്ച് ദിവസമായി കുറച്ചുപേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അർജുൻ എന്ന ആളിൻ്റെ ഫോൺ ഇന്ന് രാവിലെയും കൂടി ബെല്ലടിച്ചതാണ് എന്നും ഇന്നലെ ഒരു മിസ്ഡ് കോൾ വന്നിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. വാഹനത്തിൻ്റെ GPS ഉൾപ്പെടെ കൃത്യമായ ലൊക്കേഷൻ ഉണ്ടായിട്ടും 4 ദിവസം ഒന്നും ചെയ്യാതിരുന്ന് എന്നത് കടുത്ത അനീതിയാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. മഴയാണെന്നും ഇനിയും മണ്ണിടിയുമെന്ന് ഭയമുണ്ടുമെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്ന പാവങ്ങളെ മരണത്തിന് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ സിദ്ധരാമൻ്റെ സർക്കാർ സ്നേഹത്തിൻ്റെ കടയല്ല, പകരം വെറുപ്പിൻ്റെ രാക്ഷസ കോട്ടയാണ് അവിടെ തുറന്നു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഭയമാണെങ്കിൽ രക്ഷാദൗത്യം സൈന്യത്തിനെ ഏൽപ്പിക്കൂ, സാധുക്കളുടെ ജീവൻ രക്ഷിക്കൂ. അതിജീവനം എന്നത് നിങ്ങൾക്ക് മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമയൊക്കെ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നാൽ ഇതാ ഇവിടെ ജീവന് വേണ്ടിയുള്ള പിടച്ചിൽ ഇന്നേക്ക് 4-ാം ദിവസം തുടരുകയാണ്. 3 ദിവസമായി അർജുനെ പുറത്തെടുക്കുന്നതും പ്രതീക്ഷിച്ച് അവിടെ നിലയുറപ്പിച്ച് അർജുൻ്റെ സഹോദരനും ബന്ധുക്കളും ഇന്ന് അല്പം മുൻപ് കൂടി പറഞ്ഞത് ഈ നിമിഷം വരെ ഒരു JCBയും 4-5 പോലീസുകാരും ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടിയും മാത്രമാണ് മണ്ണിടിഞ്ഞ് അനേകം പേരുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്ന ദേശീയപാതയ്ക്ക് സമീപം ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ ഉള്ളിൽ കുടുങ്ങിയ ഭാരത് ബെൻസ് ലോറിയുടെ എൻജിൻ ഓണായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മിസ്ഡ് കോൾ വന്നിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആരെങ്കിലും വരുന്നതും കാത്ത് ജീവനോടെ അർജുൻ വണ്ടിയിൽ തന്നെയുണ്ട് എന്നതാണ്. എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു രീതി നോക്കുക. ഒരുപാട് സ്നേഹത്തിൻ്റെ കടകൾ തുറന്നു വെച്ചാലും ഇതാണ് ഗതി. കർണാടകയിലെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഇനി ഒരുപക്ഷെ അവരുടെ കയ്യിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങളും ആളും അർത്ഥമൊക്കെ കണ്ടേക്കാം. പക്ഷേ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് അവർ നൽകുന്ന വില അത്രയേ കാണൂ. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ചില കൂട്ടരുടെ കണ്ണ് തുറക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് കാലം മുമ്പ് കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ചില കൂട്ടരുണ്ടായിരുന്നു. അതായത് അവരതിന് പേര് വരെ ഇട്ടിരുന്നു. അതായത് ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു രാജ്യം രൂപീകരിക്കുക എന്നത് ചിലരുടെയൊക്കെ സ്വപ്നമായിരുന്നു. അതിനൊരു പേര് വരെ ഇട്ടിരുന്നു. USSI എന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ അവർ പേരിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, ഒരു മലയാളിയായിട്ടുള്ള അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരന് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഒരു അത്യാഘാതം സംഭവിച്ചിട്ട് പോലും ആ മനുഷ്യജീവനോട് അവിടുത്തെ സർക്കാർ കാണിക്കുന്ന നിസ്സംഗതയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യജീവന് അവർ നൽകുന്ന വിലയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണോ നിങ്ങൾ കട്ടിംഗ് സൗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതോ ഇതാണോ കർണാടകയിൽ തുറന്നു വെച്ച സ്നേഹത്തിൻ്റെ കടകൾ? മറ്റൊരു ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴും ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അവിടെ നേവിയുടെ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തി എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ജീവനോടെ ഇപ്പോഴും അർജുൻ അവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ വലിയ പരിക്കൊന്നും കൂടാതെ തന്നെ അർജുൻ എന്ന ആ മലയാളിയെ, നമ്മുടെ സഹോദരനെ എത്രയും വേഗം രക്ഷാപ്രവർത്തകർ പുറത്തെത്തിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.